ഒരു സത്യപ്രതിജ്ഞയോടുകൂടെ പ്രതിജ്ഞാബദ്ധരായിട്ട് അവർ ഇന്ന് തൊട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പൂ തന്ന് ആദരിച്ചു. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അമ്മയുടെ സവിധത്തിൽ വന്നു പ്രാർത്ഥിച്ചു പോകുന്നതിന് മുൻപ് ഭാരവാഹികളും നിങ്ങളും അടക്കം ഒരു നിമിഷം കൊണ്ടെങ്കിലും ഒരു അനുഗ്രഹം ആദരിക്കപ്പെടുന്നവർക്ക് വേണ്ടി ചൊരിയുന്നു എന്നുള്ളതൊരു വലിയ മഹാഭാഗ്യമാണ്. കോടിക്കണക്കിന് ജനങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ അത് സ്വീകരിക്കുന്നു. ഞാനിത് 2ാമത്തെ ദിവസമാണ് ഈ അമ്പലത്തിൽ വരുന്നത്. തിരുവനന്തപുരത്ത് ജനിച്ച നാൾ തൊട്ട് വളർന്ന എനിക്ക് പക്ഷെ അറിയില്ലായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾക്കും അറിയാം, ഇങ്ങോട്ട് നമ്മളെ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു ഫീലിംഗാണ് അമ്മയുടെ മുന്നിൽ വന്നപ്പോൾ തോന്നിയത്. ഒട്ടും അതിശയോക്തി ഇല്ലാതെയാണ് ഞാനത് പറയണത്. കാരണം ഞാൻ അത് കഴിഞ്ഞ് ഇന്ന് ഇവിടെ വരുമ്പോൾ ഇന്ന് ഈ അമ്പലത്തിൽ വന്നിട്ടില്ലാത്ത 2 വ്യക്തികളെയും കൂടെ, എൻ്റെ കുടുംബം ഒരു റിലേറ്റീവ്, അവരെയും കൂടെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അവർക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആ ചേച്ചിയും ചേട്ടനെയും പോവാമോ ഇറങ്ങാമോ എന്ന് ചോദിച്ച് അകത്തുനിന്ന് വലിച്ച് ഇറക്കിക്കൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അമ്മയുടെ നടയിൽ നിന്ന് ഇറങ്ങി പോരാനേ തോന്നില്ല. ഇതേ ഒരു അവസ്ഥയാണ് എനിക്കും ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസം നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. രാത്രി നട അടച്ചതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇറങ്ങാൻ തോന്നിയത്. അല്ലെങ്കിൽ അങ്ങനെ നിന്നു പോകുന്ന ഒരു പ്രതിഷ്ഠയാണ്, അത്ഭുതമാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹം എനിക്കും കിട്ടിയതായിട്ട് കരുതുന്നു. ഞങ്ങളുടെ ശ്രീവിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി ഇത് 14 വർഷമായിട്ട് നടത്തി വരുന്ന ഒരു ഡാൻസ് കൾച്ചറൽ സൊസൈറ്റിയാണ്. ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. നമ്മുടെ അഭിനേത്രി ശ്രീവിദ്യാമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ശ്രീവിദ്യാമ്മയുടെ വീട്ടിൽ തന്നെ തുടങ്ങിയ ഒരു ഡാൻസ് സ്കൂളാണ് ഇപ്പോൾ വ്യാപിച്ച് ഞങ്ങളുടെ 5ാമത്തെ സെൻ്ററാണ് ഇവിടെ ഭജനമഠം ഹാളിൽ ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ വിദ്യാരംഭം പോലെയുള്ള കാര്യങ്ങളെല്ലാം അമ്പലവുമായിട്ട് ദേവീക്ഷേത്രവുമായിട്ട് കണക്റ്റഡായിട്ട് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹത്തിനാണ് ഞാൻ ഇവിടെ വന്ന് എത്തി നിന്നത് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ട്. എല്ലാത്തിനും ഒരുപാട് സഹകരണം തരുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളും ഈ ചിട്ടകളെല്ലാം പാലിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അമ്പലവും അമ്പല കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളും പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന് ഞാനും പറയുന്നു. താങ്ക് യു.